നമ്മളിവിടെ ഈസ് എ സബ്സീക്വൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന വാല്യൂസ് സബ്സീക്വൻസ് ആണ്, നമുക്ക് തന്ന വാല്യൂ ആയിട്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്താ സബ്സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ട്രൂ എന്ന് കൊടുക്കണം. സബ്സീക്വൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ സബ്സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഇതിന്റെ വാല്യൂസ് ഫോം ആവണം. അപ്പോൾ നമുക്ക് ഈ സബ്സീക്വൻസ് ഓഫ് എ സ്ട്രിങ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ തരണം സബ്സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൾസ് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ എ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ എ എസ് എന്ന് പറയുന്നത് എ ബി സി ഡി എന്നുള്ളതിൽ എന്താണ് എയും സിയും ഇയും കൂടിയിട്ടുള്ള കറക്റ്റ് പൊസിഷനിൽ കിട്ടുകൊണ്ട് നമുക്ക് എന്താണ് എസ് കറക്റ്റ് ആണെന്ന് പറ്റുന്നുണ്ട്, നമുക്ക് ആൻസർ ശരിയാണെന്ന് പറയുന്നത്. പക്ഷേ ഇതേ എസിന് പകരം എ ഇ സി എന്ന് എഴുതുകയാണെങ്കിൽ എന്താ ഇതിൽ എന്താണ് കറക്റ്റ് പൊസിഷനിലല്ല വരുന്നത്. അങ്ങനെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും തോറും നമുക്ക് എന്താണ് അങ്ങനെ കിട്ടില്ല. വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു സബ്സീക്വൻസ് ഫോം ചെയ്യില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ എ ബി സി എ എച്ച് ബി ജി ഡി സി എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് എയും ബിയും സിയും ഫോം ചെയ്തു അതിന്റെ ഇടയിൽ, അപ്പൊ അത് ട്രൂ ആന്ന് പറയാം. അതേപോലെ ഈ എ എക്സ് സി എന്നുള്ളത് എങ്ങനെയാണ് ഇതിലുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇതിൽ എ എക്സ് സി നോക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റും, ഇത് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് രണ്ട് ചെക്സ് ഓൾറെഡി ചെയ്യാം. ഇത് ഏതെങ്കിലും ഒരു വാല്യൂ ഇതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആം, ആ, ആ, പിന്നെ നമുക്ക് എന്താണ് ഈ എ ബി സി എന്നുള്ളത് ഇതിൽ ഫോം ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഈസിയർ ആവും. പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ എന്താണ് നമുക്ക് ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്. സപ്പോസ് ദർ ആർ ലോട്ട്സ് ഓഫ് ഇൻകമിങ് എസ്, സേ S1 S2 ടു SK വേർ K ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10⁻⁹. അപ്പോൾ എന്താണ് 10⁻⁹ വരെയുള്ള വാല്യൂസ് തന്നുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ടിയിൽ സബ്സീക്വൻസ് ആണോ നോക്കുകയാണെങ്കിൽ ആ സിനോറിയോന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കോഡ് ചേഞ്ച് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും കൂടിയിട്ട് നമുക്ക് ഇതിൽ ആൻസർ ചെയ്യേണ്ടി വരും. നമുക്കത് ആൻസർ ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റും റൈറ്റും എന്നിട്ടുള്ള രണ്ട് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് മൂവ്മെന്റ് കറക്റ്റ് ആണ്. ലെഫ്റ്റ് റൈറ്റ് എന്നിട്ടുള്ള വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യില്ല, ഇൻഡെക്സ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് തരുന്നത് എന്താ വെച്ചാൽ ടി എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ജി ആണെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എ സി ഇ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത് ട്രൂ ആന്ന് കിട്ടണം. കാരണം ഇത് കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ എസ് എന്താണ് എ ഇ സി എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഫോൾസ് കിട്ടണം. കാരണം ഇത് കറക്റ്റ് പൊസിഷനിലായിട്ടല്ല ഇതിലുള്ളത്. ഇനിയിപ്പോൾ വേറൊരു എക്സ് എ എക്സ് സി എന്നാണെങ്കിൽ അതും ഫോൾസ് കിട്ടാൻ, കാരണം ഇതിൽ എക്സ് ഓൾറെഡി അവൈലബിളേ അല്ല. ശരി, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. നമുക്ക് ഓരോന്ന് എങ്ങനെയാണ് നമുക്കിത് എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ഒരു ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത, കാരണം നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താണ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ ഓടിക്കുക, ഇതിനോട് കൂടെ ഓടിക്കുക. ഇതിന്റെ ലെങ്ത് ഓഫ്, ഇവിടെ മെയിൻ എന്താ ലെങ്ത് ഓഫ് ടി. ലെങ്ത് ഓഫ് ടി എന്നുള്ള ഇതിന്റെ റേഞ്ചിലാണ് ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് 0 1 2 എന്നുള്ള റേഞ്ചിൽ അത് ഓടിക്കുക. നമുക്ക് എന്താണ് അപ്പൊ നമുക്ക് എന്താ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിന്റെ ലെഫ്റ്റ് ആണ് വരിക, നമ്മൾ ഈ എസ്സിലാണ് കാക്കുക. കാരണം നമുക്ക് അതിങ്ങനെ ഇൻക്രീസ് വരണം. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ടിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ എസ് ഓഫ് ലെഫ്റ്റ് എസ് ഓഫ് ലെഫ്റ്റും ഈക്വൽ ടു ടി ഓഫ് റൈറ്റ്. അപ്പോൾ ടിയിലുള്ള ഫസ്റ്റ് വാല്യൂ എസ് ഫസ്റ്റ് വാല്യൂ ഈക്വൽ ആണോ, അങ്ങനെ നോക്കി പോവാണ്. ഇനിയിപ്പോൾ ഈക്വൽ ആയ കണ്ടീഷൻ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ലെഫ്റ്റ് പ്ലസ് ഈക്വൽ ടു 1 എന്നിട്ട് നമ്മൾ ലെഫ്റ്റിനെ ഇൻക്രീസ് ചെയ്യണം. ലെഫ്റ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത വാല്യൂക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആ പോയിന്റിൽ എവിടെ കിട്ടിയ വെച്ചാൽ അവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വേറെ കാര്യം കൂടി നോക്കേണ്ടത് വെച്ചാൽ ഈ ലെഫ്റ്റും ലെങ്ത് ഓഫ് എസും തമ്മിൽ മാച്ച് ആയോ നോക്കണം. അപ്പൊ ലെഫ്റ്റും ലെങ്ത് ഓഫ് എസ് നമ്മൾ മാച്ച് ആയെന്ന് അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഫുള്ള് കടന്നുപോയി എ സി ഇയും കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ടിയിൽ നമ്മുടെ എ സി ഇ നമുക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ നമുക്ക് എന്താണ് റിട്ടേൺ ട്രൂ. നമുക്ക് എന്താണ് ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പുറത്ത് റിട്ടേൺ ചെയ്യാം ഫോൾസ്. ഇവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായില്ലേ? ഇതിലെന്താണ് ഓരോ വാല്യൂസും കടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഓരോ വാല്യൂ ഫില്ല് ചെയ്ത് വരണം. നമ്മുടെ എസ്സിൽ ഈ വാല്യൂ കൂടി ഈക്വലായി, ഈ വാല്യൂ കൂടി ഈക്വലായോ, ഈ വാല്യൂ ആയിട്ട് ഈക്വലായി, ഈ വാല്യൂ ആയിട്ട് ഈക്വലായോ, ഈ വാല്യൂ ആയിട്ട് ഈക്വലായി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈക്വലായി എന്നിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ട്രൂ കിട്ടും. ഇനിയിപ്പോൾ ഈക്വൽ ആയില്ലെങ്കിൽ ഫോൾസ് കിട്ടും. എ എക്സ് കണ്ടിട്ടുള്ളതും ഫോൾസ് കിട്ടും. ഓക്കെ അല്ലേ?
ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇടയിൽ നമുക്ക് വേറെ ചില കണ്ടീഷൻസ് ഇടാൻ പറ്റും. ലൈക്ക് ഇഫ് എന്താണ് എസ് ഓഫ് ലെഫ്റ്റ് നോട്ട് ഇൻ ടി എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേ ഇല്ല, അങ്ങനെ പൊസിഷനിലേ ഇല്ലാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് റിട്ടേൺ ട്രൂ ആക്കിയിട്ട് കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കാം. പക്ഷെ ഇത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്താണ് അവര് ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചാൽ കുറെ വാല്യൂസ് വരികയാണ്. അപ്പൊ എന്താണ് ഇതൊക്കെ ഓരോന്ന് ഒരുമിച്ച് വരിക വിചാരിക്കുക. S1 S2 S3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാന്ന് വിചാരിക്കുക. ടീന്റെ ഉള്ളിൽ എന്നിട്ട് നമ്മളിങ്ങനെ വാല്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിന് ആൻസർ കൊടുക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ടീന്റെ നമ്മൾ എന്താണ് ഒരു ഡീഫോൾട്ട് ഡിക്ഷണറി നമ്മൾ ഫോം ചെയ്യും, ഒരു ഡിക്ഷണറി ഫോം ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ഇത് എ എന്നിട്ടുള്ളത് നമുക്ക് കുറച്ചധികം വെക്കാം. അപ്പൊ എ എന്നിട്ടുള്ളത് നമുക്ക് എന്താണ് ABCDEAFGHA എന്നിട്ട് ഇങ്ങനെ ഉണ്ട് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താണ് എ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടണം? 0 പൊസിഷനിലുണ്ട്, 1 2 3 4 5, 5ാമത്തെ പൊസിഷനിലുണ്ട്, 6 7 8 9, 9ാമത്തെ പൊസിഷനിലുണ്ട് എന്നിട്ട് ഇങ്ങനെ കിട്ടണം. പിന്നെ ബി എന്നുള്ളത് എന്താണ്? അപ്പൊ 1ാമത്തെ പൊസിഷനിലുണ്ട്, സി എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ പൊസിഷനുണ്ട്, അങ്ങനെ 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 നമുക്ക് എഴുതി പോവാം. അങ്ങനെ ഒരു ഫിൽ ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ എഴുതി പോകാം. അതാണ് നമ്മുടെ ഡീഫോൾട്ട് ഡിക്ഷണറി ഫോം ചെയ്യാൻ നമ്മുടെ ടീന്റെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ S1ന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യണം അല്ലെ. നമ്മൾ S1ന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ S1ന്റെ ഈ കറന്റ് പൊസിഷനിലുള്ള വാല്യൂ ഇപ്പൊ നമുക്ക് എന്താ ഇപ്പൊ S1 കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് S1ൽ എന്താണുള്ളത് വെച്ചാൽ ACE ആണുള്ളത് വിചാരിക്കുക. ഇതിലത്തെ പോലെ തന്നെ ACE എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് എന്താണ് നമ്മളൊരു കറന്റ് പൊസിഷൻ എന്ന് വെറുതെ -1 കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പൊസിഷനിൽ വരുമ്പോൾ ഈ -1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂന്റെ ഏറ്റവും അടുത്ത് എവിടെയാണ് നമ്മുടെ എ പൊസിഷനിൽ വരുന്നത് നോക്കുക. അപ്പൊ 0th പൊസിഷനിൽ എ വരുന്നുണ്ട്. എ ഓൾറെഡി ഉണ്ടോ 0th പൊസിഷനിലാണ് നമ്മുടെ എ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് പറയുക വെച്ചാൽ ഇത് കാണുന്നത് 0th പൊസിഷനിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് ഓൾറെഡി പൊസിഷനിൽ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യും സി എന്ന് പറഞ്ഞിട്ടുള്ള ഏത് പൊസിഷനിലാന്ന് നോക്കും. അപ്പൊ എന്താണ് അപ്പൊ നമുക്ക് നമ്മുടെ മാറ്റി നമ്മുടെ കറണ്ട് പൊസിഷൻ മാറിയിടും. ഇനി നമുക്ക് സിയിലാണ് വരുന്നത്. സിയിൽ വരുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ അതേപോലെ -1 നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ സിയിൽ അവിടെ എവിടെ ഏത് പൊസിഷനിലാണ് വരുന്നത് നോക്കും. അപ്പൊ നമുക്ക് എന്താണ് 2 ആണ് ഏറ്റവും അടുത്തെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ -1 ഇനി നമുക്ക് ബിയിൽ വരുന്നുണ്ടോ നോക്കാം. അപ്പൊ അത് ഇല്ലെന്ന് പറയും. പിന്നെ അങ്ങനെ നമ്മൾ ഇയിൽ വരുന്നുണ്ടോ നോക്കാം. അപ്പൊ ഏറ്റവും അടുത്ത പൊസിഷൻ ഏതാ വരുമ്പോ അപ്പൊ അങ്ങനെ ഉണ്ട്, ഈ വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഈ എതിര 0 1 2 3 4 അപ്പൊ 4th പൊസിഷൻ ഉണ്ടെന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതൊരു ബൈനറി സെർച്ച് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ പൊസിഷനിൽ ഉണ്ടോ പൊസിഷനിൽ ഏറ്റവും അടുത്തുണ്ടോ എന്നുള്ളത് നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഈ കേസസിന് നമുക്ക് ബൈനറി സെർച്ച് എടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ബൈനറി സെർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണ് ലോഗിനാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത് അല്ലേ. അപ്പൊ എ ഓഫ് മിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് ആണ്. എവിടെയാണ് ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് ആവുന്നത് അവിടെ നമ്മൾ എന്താണ് റൈറ്റ് ഈസ് ഈക്വൽ ടു മിഡ് -1 എൽസ് എന്താണ് ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു മിഡ് +1 കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ലെഫ്റ്റ് ഇഫ് ലെഫ്റ്റ് ഈസ് ലെസ് ദാൻ ലെങ്ത് ഓഫ് അറേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ ബൈനറി സെർച്ച് വെച്ചിട്ട് മിഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ലെഫ്റ്റ് + right/2 ആണ്. അപ്പോൾ എന്താണ് ഇതില് എന്താ ലെഫ്റ്റ് റൈറ്റ് എന്താന്ന് പറയുക ലെഫ്റ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലും റൈറ്റ് ലാസ്റ്റ് പൊസിഷനിലും. അപ്പൊ ഇങ്ങനെ ഈ ഒരു അറേ എടുത്തിട്ട് ഈ ഒരു അറേയും ഇതിന്റെ ഫസ്റ്റ് ഈ ഇൻഡെക്സും തമ്മിലുള്ള രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് ഈ ഈ പൊസിഷനിലുണ്ടോ ഈ പൊസിഷനിലുണ്ടോ നോക്കിയിട്ട് പോവാണ്. പിന്നെ നമുക്ക് വെച്ചാൽ ACEA എന്ന് വന്ന് വിചാരിക്കുക. ഈ AC ഇപ്പൊ നമ്മളിതിപ്പോ ACE മാത്രം ചെയ്തല്ലേ. അപ്പൊ ACEA വന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പൊ ഫസ്റ്റ് എ നമ്മൾ എന്താണ് -1 ഉള്ളത് 0 ആയി മാറിയിരുന്നില്ലേ. അപ്പൊ നമുക്ക് എന്താണ് എ എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി 0 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ എ വരുമ്പോൾ നമുക്ക് 0 അല്ല വരെ ഏറ്റവും നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആവില്ല. അപ്പൊ നമുക്ക് എന്താണ് 5 എന്ന് പറഞ്ഞ പൊസിഷനിൽ എ ഉണ്ടെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് ആ 5 ആണ് ഇവിടെ എന്താ ഫോം ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ 0 എന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് സി എന്തായിരുന്നു നമ്മുടെ 2 4 പിന്നെ എന്താണ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് പിന്നെ 5th പൊസിഷനിൽ ഉണ്ട് എന്നിട്ട് കിട്ടും. ഓക്കെ അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് ഈ ബൈനറി സെർച്ച് എങ്ങനെയാണ് S1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സഹായകരമാവാൻ നോക്കാൻ പറ്റുക. ഓക്കെ അല്ലെ.
ഇത് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ആൻസർ വെച്ചിട്ട് നമുക്ക് കുറെ എസ്1സ് ഇങ്ങനത്തെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, ഇതൊരു ഡിക്ഷണറി എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു ബൈനറി സെർച്ചും കൂടി വെച്ചിട്ട് നമ്മൾ അതിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ഈ ഓരോന്നിനും ഇതിന്റെ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓക്കെ ഈ വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും, എന്നിട്ട് നമ്മൾ എക്സ് എന്ന് പറയും. ഇനിയിപ്പോ എങ്ങാനും ഈ വാല്യൂ ഓൾറെഡി നമ്മുടെ ടീയിലുള്ള ഈ ഫസ്റ്റ് വാല്യൂസിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഈ എ എക്സ് എന്നുള്ള പൊസിഷൻ വിചാരിക്കുക. അപ്പൊ ഈ എ എന്ന് വരുമ്പോൾ നമുക്ക് എന്താണ് 0 കിട്ടി. എക്സ് എന്ന പൊസിഷൻ വരുമ്പോൾ അത് ഇതിൽ ഇല്ല, ഓൾറെഡി ഇല്ല എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ തന്നെ അവിടെ തന്നെ നമ്മൾ ഫോൾസ് കൊടുത്തിട്ട് ഒഴിവാക്കാം. അവിടെ തന്നെ നമുക്ക് ഫോൾസ് കൊടുത്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള ആൻസർ. നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ആൻസർ ഇങ്ങനെയായിട്ട് എഴുതാം. പിന്നെ ഇത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മെയിൻ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ആൻസറുമാണ്. ഓക്കെ, അപ്പൊ നമ്മളവിടെ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫോളോ അപ്പ് അവര് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആലോചിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻ ഉള്ളത് എങ്ങനെ ചെയ്യേണ്ടത് ഇതൊക്കെ ഓൾറെഡി കിട്ടിയതാണ്, നമുക്ക് ചെയ്ത് നോക്കിയതാണ്. ഫോളോ അപ്പിനുള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടി വന്നു മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ സബ് സീക്വൻസ് എന്നുള്ള ഇത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ലെങ്ത് ഓഫ് എസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എസ് ഈക്വൽ ടു ടി ആകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലെഫ്റ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്താണ് റൈറ്റ് നമ്മൾ റേഞ്ച് കൂടെ മൂവ് ചെയ്യിക്കുന്നു. നമ്മൾ ചെക്ക് ചെയ്യണം ഫസ്റ്റ് കണ്ടീഷൻ എസ് ഓഫ് ലെഫ്റ്റും ടി റൈറ്റും എന്താണ് ഈക്വൽ ആണോന്നാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് പ്ലസ് ഈക്വൽ ടു 1 കൊടുക്കണം. എന്നിട്ട് ആ ലെഫ്റ്റ് പ്ലസ് ഈക്വൽ ടു 1 കൊടുത്തിട്ട് ആ ലെഫ്റ്റ് എപ്പോഴാണ് നമ്മുടെ ലെങ്ത് ഓഫ് എസ് ഫുള്ളായി കവർ ആവുന്നത് ആ സമയത്ത് നമ്മൾ ട്രൂ എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫോൾസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഓൾറെഡി നമ്മുടെ വൈറ്റ് ബോർഡിൽ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയതുകൊണ്ട്. ഓക്കെ, ഇതിലൊരു ന്യൂആൻസസ് ഞാൻ വിട്ടിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്താ ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കേസാണ് കിട്ടുന്നതും നമുക്ക് എന്താണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് കിട്ടുന്നത്. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മുടെ കോഡ് സാമ്പിളിൽ എന്താണ് ഇവർ ഫൈൻഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടി ഡോട്ട് ഫൈൻഡ് ഓഫ് ലെറ്റർ. നമുക്ക് ടി ഡോട്ട് ഫൈൻഡിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് എന്താണ് ഡയറക്റ്റ് ഇതിൽ എന്തെങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ ഫൈൻഡിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ, കണ്ടതിൽ നന്ദി. താങ്ക് യു.